ഒരു കാലത്ത് കലാലയങ്ങളിൽ റാഗിങ്ങിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് വിദ്യാർത്ഥി സംഘടന. എന്നാൽ ഇപ്പോൾ സംഘടനാ നേതാക്കൾ തന്നെ റാഗിങ് നടന്ന സ്ഥിതിയിലേക്ക് അവർ തരംതാണിരിക്കുന്നു. പത്തനംതിട്ട കോന്നി NSS കോളേജിൽ SFI പ്രവർത്തകനെ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ സോനു സുനിലിനാണ് മർദ്ദനമേറ്റത്. കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ഫിർദൌസിന് നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്നാണ് സോനുവിന്റെ പരാതി. സീനിയേഴ്സിനെ ബഹുമാനിച്ചില്ല എന്നാരോപിച്ചായിരുന്നു SFI പ്രവർത്തകനായ സോനുവിനെ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചത്. SFI യൂണിറ്റ് സെക്രട്ടറി ഫിർദൌസ്, അഭിയാൻ എന്നിവരുൾപ്പെടെ 20ഓളം പേർ ചേർന്നായിരുന്നു മർദ്ദനമെന്ന് സോനു പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ സോനു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ എന്തുവാടാ അവിടെ നീ എന്തുവാടാ ഷോ കാണിക്കുന്നേ, നിനക്ക് എന്തോ പ്രശ്നമെന്ന് പറഞ്ഞ് നിന്നെ കോളേജിൽ വന്നിട്ട് എടുത്തോളാം ഞാൻ ഓർത്തതാ എന്നുള്ള രീതി എന്നെ നല്ലപോലെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നെ വന്നിട്ട് എന്നെ തലക്കിട്ടടിക്കുകയോ എൻ്റെ കൈക്കിട്ട് അടിക്കുകയോ എന്നെ നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് 10-20 പേര് കയറി എന്നെ അടിച്ച്. അധ്യാപകരൊക്കെ ഓടി വന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അതിനായിട്ടുള്ള ഒരു ഇതും ചെയ്തിട്ടില്ല, ആക്ഷനും എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നോട് പറഞ്ഞു നീ എന്തോ നിന്നെ കടി കിട്ടിയെങ്കിൽ നിന്റെ കൈയിരിപ്പും ഉണ്ടാ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. മർദ്ദനത്തിൽ സോനുവിന്റെ കൈയിലെ ലിഗമെന്റിന് പൊട്ടലുണ്ടായി. അതിനു പുറമെ കഴുത്തിനും പുറത്തും പരിക്കേറ്റു. ഇന്നലെ പെട്ടെന്നൊരു പ്രകോപനമില്ലാതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല രീതി ഒരുമാതിരി ഒരു ഗുണ്ടാ വിളയാട്ടം പോലുള്ള ഒരു 10-20 പേര് കൂടിയിട്ടൊരു മോബ് അറ്റാക്കിങ് ആയിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിന് നമ്മളെ ഏറ്റവും നിരാശപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഒരു എടുക്കേണ്ട ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല. അതായത് നമ്മൾ അവരോട് സമീപിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടായെന്നുള്ള അവർക്ക് അറിവ് പോലുമില്ല. അവരുടെ ഫോണിൽ കോളേജിലെ ടീച്ചേഴ്സ്മാരും ആണ് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ സംഭവം ഉണ്ട്. അവരെന്നിട്ടൊരു പോലീസിനെ വിളിക്കുകയോ പിന്നെ മർദ്ദിച്ച് അവശനായ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല. MG യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് മർദ്ദനത്തിന് കാരണം. തർക്കങ്ങൾ പരിഹരിച്ചെങ്കിലും ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.